നല്ല ആരോഗ്യമുള്ള തക്കാളി തൈകൾ. ഇത് ഹൈബ്രിഡൊന്നുമല്ല, നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്നതുമല്ല, നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന തൈകളാണ്. അതായത് ഒരു കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഒരു തക്കാളിയിൽ നിന്നാണ് ഇത്രയും നല്ല തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പമാണത്. എളുപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു പ്രാഥമികമായ അറിവില്ലെങ്കിൽ തക്കാളി തൈകളൊന്നും മുളയ്ക്കില്ല, ചീഞ്ഞു പോവും. നടുന്ന തൈകളെല്ലാം മുളയ്ക്കാതെ പോകാൻ സാധ്യതയുണ്ട്. സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഈ തക്കാളി തൈ നടുമ്പോൾ ഈ മണ്ണ് ഒരുക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ ഡോളോമൈറ്റോ അല്ലെങ്കിൽ കുമ്മായോ ഒക്കെ ചേർത്ത് മണ്ണ് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ പലതും പാവേണ്ടി വരും. ചീര അല്ലെങ്കിൽ വെണ്ട, പയർ ഇതെല്ലാം മുളപ്പിച്ച് തൈക്കളായിട്ടാണ് ഞാൻ നടുന്നത്. കാരണം അതിലൊരെണ്ണം പോലും വേസ്റ്റ് ഉണ്ടാകരുത്. നമ്മൾ പയർ ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പല രീതിയിൽ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ട്രേയിൽ നമ്മൾ പാകുമ്പോൾ അതൊരിക്കലും നശിക്കാൻ സാധ്യതയില്ല. അഥവാ നശിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് പറിച്ച് നടാതിരുന്നാൽ മതി. മോശമായ തൈക്കളുണ്ടെങ്കിൽ ഒന്ന് നടാതിരുന്നാൽ മതി. അപ്പോൾ എന്തുകൊണ്ടും ട്രേയിൽ നടുന്നതാണ് നല്ലത്. ചീരയൊക്കെ ആണെങ്കിൽ ട്രേയിലല്ല എന്ന് ഞാൻ കൂടുതലായിട്ട് നടുന്നത്. കാരണം അതിൻ്റെ കണക്ക് അറിയില്ല, കൂടുതലൊക്കെ വന്ന് വീഴും. അപ്പോൾ അത് ചട്ടിയിലൊക്കെയാണ് നടാറ്. ബാക്കിയെല്ലാം ഇതുപോലെയുള്ള ട്രേയിലാണ്, പ്ലാന്റിങ് ട്രേ എന്ന് പറഞ്ഞ് ഇതിലാണ് നമ്മൾ നടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സമയം ഇന്ന് പറയുന്നത് 15, ജൂലൈ 15. നാളെ കഴിഞ്ഞാൽ കർക്കിടക മാസമായി. നല്ല വെയിലാണ്, നോക്കി കത്തുന്ന വെയിലാണ്. അപ്പോൾ അണമുറിയാതെ ഒഴുകുന്ന മഴയായിരിക്കും പഴയ കാലത്തൊക്കെ. പക്ഷേ ഇപ്പോൾ ഇതങ്ങനെയൊന്നുമല്ല കാണുന്നത്. കണ്ടോ എന്തൊരു വെയിലാണെന്നറിയാമോ? മഴയുടെ ലാഞ്ചന പോലും ഇപ്പോൾ എങ്ങും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ നടുന്ന രീതി ഇപ്പം നിങ്ങളെ കാണിക്കാം. അപ്പോൾ എല്ലാവരും നടുമ്പോൾ ചാണകപ്പൊടി വലിയ കാര്യമായിട്ട് ചേർക്കും. ഒരിക്കലും അത് ചേർക്കരുത്. ചാണകപ്പൊടി ചേർത്താൽ അതിൻ്റെ കുഴപ്പം ഞാൻ ആ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇത് നടുന്ന കാണിച്ചു തരാം. ചാണകപ്പൊടി ചേർത്താലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ചെടി വിത്ത് മുളച്ച് വരുമ്പോൾ വളരെ സോഫ്റ്റായിരിക്കും അതിൻ്റെ വേര്. അപ്പോൾ അത് ഈ ചാണകപ്പൊടി ഇരുന്നാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വേര്. എന്നാൽ മുളച്ച് കഴിഞ്ഞിട്ട് ഇത് മുളച്ചിട്ട് ഇതിപ്പോൾ നട്ടിട്ട് ഒരു 4 ആഴ്ച, 5 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും. എങ്ങനെയായാലും ഒരു 4 ആഴ്ച, ഞാൻ കൃത്യമായിട്ട് കണക്ക് നോക്കിയിട്ടില്ല, 4 ആഴ്ച, 1 മാസമൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോൾ അതിന് 2 തവണ സ്ലറി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്ന് ചാണക സ്ലറി, ഒന്ന് കഞ്ഞിവെള്ളവും കടലപ്പിണ്ണാക്കും കൂടെ സ്ലറി ആക്കിയിട്ട് അത് വളരെ നേർപ്പിച്ചാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ചെടിക്ക് താങ്ങാൻ പറ്റില്ല, ഉണങ്ങിപ്പോകും. അപ്പോൾ ആ ഡൈല്യൂട്ട് ചെയ്ത സ്ലറി ഒരു 10 ദിവസം കൂടി ഇപ്പോൾ 2 തവണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നന്നായിട്ട് വളർന്നു. അപ്പോൾ അതെങ്ങനെയാണ്, ഈ ഒരു തക്കാളിയിൽ നിന്നാണ് ഞാൻ ഈ തൈകൾ ഉണ്ടാക്കിയത്. ഒന്ന് നോക്കാം, അതിൻ്റെ ആ മണ്ണിൻ്റെ പാകവും അളവൊക്കെ ഒന്ന് നോക്കാം. ഇത് തുടക്കക്കാർക്ക് വളരെ നല്ലതാണ്, അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് മഴയുടെ സീസൺ ആണെങ്കിലും മഴ കാര്യമായിട്ടില്ല. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ വിത്ത് പാകി മുളപ്പിക്കാൻ ശ്രമിക്കുക. ഇതിൽ മണ്ണ് ശരിയാക്കിയിട്ടുണ്ട്. ഇതിൽ കട്ടയും കല്ലൊന്നും ഇല്ലാത്ത മണ്ണാണ്, ഞാൻ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മണ്ണാണ്. ഇതിലേക്ക് നമുക്ക് അത്രയും തന്നെ ചകിരിച്ചോറ് ചേർക്കണം. ചകിരിച്ചോറ് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് പറിച്ചെടുക്കില്ലേ, ഈ ട്രേയിൽ നിന്നും പറിച്ചെടുക്കുമ്പോൾ ചകിരിച്ചോറിന് കട്ടിയില്ലാത്തത് കൊണ്ട് ഈ വേര് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ ചകിരിച്ചോറ് അത് ട്രേയിൽ തന്നെ ഇരിക്കും. അതായത് ഇപ്പോൾ ഇതിൽ കണ്ടോ, ഇപ്പോൾ നമ്മളിതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഈ വേര് മാത്രം കിട്ടും. ഈ ചകിരിച്ചോറ് അവിടെ ഇരിക്കും. ചകിരിച്ചോറിന് ബലമില്ലാത്തത് കാരണം അത് മണ്ണും കൂടി ഉണ്ടെങ്കിൽ അത് സെറ്റായിട്ട് കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഒരു ഉണ്ടയായിട്ട് നമുക്ക് കിട്ടും. അതിനാണ് മണ്ണും കൂടെ ചേർക്കുന്നത്. ചിലർ ചകിരിച്ചോറ് മാത്രം ചേർത്ത് വിത്ത് പാകുന്ന കണ്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്,
വേപ്പിൻ പിണ്ണാക്ക് ചെറിയ ചെറിയ കീടങ്ങൾ മണ്ണിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഒരു വളം കൂടിയാണ് കേട്ടോ. നമ്മൾ മണ്ണ് സെറ്റ് ചെയ്തിരിക്കുന്ന കാരണം കൊണ്ട് നിയമാവരിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അത് കുറേ നാൾ സെറ്റ് ചെയ്ത് ഇട്ടിരുന്നതാണ്. പിന്നെ വല്ലതും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത്. അത് മാത്രമല്ല, വേപ്പിൻ പിണ്ണാക്ക് ഒരു വളവും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ 3 കൂട്ടം ചേർത്തു: മണ്ണ്, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്. ഞാൻ ഈ കാര്യങ്ങൾ, കൃഷിയുടെ കാര്യങ്ങൾ പറയുന്നത് വളരെ വിസ്തരിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും സമകാലികമായ എന്തെങ്കിലും ഒരു കാര്യം കൂടെയൊക്കെ ചേർക്കും. കാരണം അത് ഈ പുതിയ ആൾക്കാരുണ്ടല്ലോ കൃഷിയിലേക്ക് വരുന്ന ഒരുപാട് പേര്, ഇപ്പോൾ പുതിയ ആൾക്കാർ കൃഷിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശരിക്കും വിവരിക്കണം. അങ്ങനെ വിവരിക്കുമ്പോൾ പറ്റുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെപ്പറ്റി ശരിക്കും കൃഷി അറിയാവുന്നവരും ഈ വീഡിയോ കാണാറുണ്ട്, വേറെ ചാനലുകാർ കാണാറുണ്ട്. അപ്പോൾ ശരിക്കും കൃഷി അറിയാവുന്ന ഒരാളിത് കാണുമ്പോൾ അയാൾക്ക് ബോറടിക്കും, തീർച്ചയായിട്ടും ബോറടിക്കും. അതെനിക്കറിയാം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പുതിയ കൃഷിക്കാർ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അവർ കൃഷിയിലേക്ക് ഇറങ്ങണം അതിനു വേണ്ടി മാത്രമാണ്. കാരണം പലരും വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നു, വലിച്ചു നീട്ടാതെ ഇത് ഇന്നെങ്ങനെ തീരുമോ, അവാർഡ് സിനിമയാണോ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് അറിയാം അങ്ങനെ പറയുന്നുണ്ടെന്ന്. പക്ഷേ എനിക്കിത് വിസ്തരിച്ച് പറയാതെ നിവൃത്തിയില്ല. കാരണം പറഞ്ഞല്ലോ, അതാണ് കാരണം. ഇതൊക്കെ വെണ്ടയാണ് കേട്ടോ. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. വെണ്ട ഞാൻ നട്ടിട്ടുണ്ട്. ഇത് എൻ്റെ വയലറ്റ് വെണ്ടയാണ്. ഇതൊക്കെ വയലറ്റ് വെണ്ടയാണ്. നേരത്തെ കാണിച്ചു തന്നത് മുളച്ചു വരുന്നത് ആനക്കൊമ്പൻ. അത് ഒരുപാട് പച്ച നിറത്തിലുള്ള വലിയ വെണ്ടയ്ക്ക് ഉണ്ടാകുന്നതാണ്. നമുക്കിത് ഇങ്ങനെ പാകാം. മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ മണ്ണ് നമ്മൾ ഈ ട്രെയിലിട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും അമർത്താനാണ് പാടുള്ളൂ. ഇങ്ങനെ ഒരുപാട് കുഴി അമർന്നു പോയി. ഇങ്ങനെ കൈകൊണ്ട് അമർത്തരുത്, ഇങ്ങനെ നിരപ്പായിട്ടൊരു അമർത്തില്ല. അപ്പോൾ ഇനി വിത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി മണ്ണ് ഇടാനുള്ളതാണ്. അപ്പോൾ ഇത് അമർത്തി കഴിഞ്ഞാൽ നേരെ അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളിയിൽ നിന്നാണ് ഞാൻ വിത്ത് നടാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കടയിൽ നിന്ന് തക്കാളി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വയ്ക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച തക്കാളിയുടെ കുരു എടുത്ത് നമുക്ക് മുളപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, മുളയ്ക്കാതെ വരും ചിലപ്പോൾ. കാരണം അത് കൂടിയ തണുപ്പിലോ അല്ലെങ്കിൽ കൂടിയ ചൂടിലോ ഒക്കെ ഇരിക്കുന്ന വസ്തുക്കളുടെ വിത്ത് മോശമായിട്ട് വരാനാണ് സാധ്യത. അതുകൊണ്ട് അതിന് മുതലാതെ വിത്തിനുള്ള തക്കാളി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കാവും. ഇത് നല്ല വിത്താണ് കേട്ടോ, നല്ല വിത്താണ്. ഇതിൽ നിന്ന് വിട്ടു പോരാനൊക്കെ വലിയ പാടാണ്. അത്ര ക്ഷമയുള്ളവർക്കാണ് വിത്തെടുക്കാൻ പറ്റുള്ളൂ. വലിയ പാടാണ് ഇതിൽ നിന്ന് വിത്തെടുക്കാനൊക്കെ. ഇതിലൊക്കെ നല്ല വിത്തുകളുണ്ട് കണ്ടോ. ഇനി ഇതിലെ കൊഴുപ്പ് കളയണം നമ്മൾ കഴുകി. എന്നിട്ട് വേണം എൻ്റെ വിത്തെടുക്കാൻ. നമ്മൾ ഈ വിത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വെള്ള നിറത്തിലുള്ള വിത്തുകളുണ്ടാവും തക്കാളിക്കകത്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഈ വെള്ള നിറം കണ്ടോ. ഈ വെള്ള നിറത്തിലുള്ള വിത്തുകൾ എടുക്കരുത്, അത് കളയണം, അത് മുളയ്ക്കില്ല. ബാക്കിയുള്ളതെല്ലാം നല്ലതാണ്. ഇത് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് നല്ലതാണ്. ഒരു 19 വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരെണ്ണത്തിൽ നിന്നാണ് എടുത്തോളൂ, ബാക്കിയൊന്നും ഇന്ന് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം അത്രയും മതി. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ വേറെ തക്കാളി നട്ടിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ കാണുന്നതൊക്കെ തക്കാളിയാണ്. പിന്നെ അപ്പുറത്തും നട്ടിട്ടുണ്ട്, അത് വലുതായിട്ടുണ്ട്, പൂവിടാറായിട്ടുള്ളതാണ്. ഇത് നമുക്ക് കൊണ്ടുപോയി പാവാം. അപ്പോൾ നമുക്ക് ഈ ഓരോ വിത്തുകളും ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇത് അവിടെ കൃത്യമായിട്ട് ആ സ്പോട്ടിൽ വീണോളും. വേണ്ട, ഇങ്ങനെ എല്ലാത്തിലേക്കും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നട്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം എന്ന് പറയുന്നത് പോലെ വിലയേറിയ അംഗീകാരം, അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി വച്ചിരിക്കുന്ന മണ്ണ് ഇങ്ങനെ വിതറി കൊടുക്കുക. വിതറി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇനി നമ്മൾ സ്പ്രെയർ കൊണ്ട് നനച്ച് കൊടുക്കണം. കൈ കൊണ്ട് വെള്ളം മുക്കി ഒഴിച്ച് നനയ്ക്കരുത്. സ്പ്രെയർ കൊണ്ട് പതുക്കൊന്ന് നനച്ചാൽ മതി. എല്ലാ വിത്തും മുളച്ച് വരും. ഇപ്പോൾ കറക്റ്റ് 32 ദിവസം എത്തിയപ്പോഴേക്കും നമ്മുടെ തക്കാളി നല്ല രീതിയിൽ മുളച്ച് വന്ന് നല്ല ആരോഗ്യമുള്ള തൈകളായിട്ട് മാറി. കണ്ടോ, അത് കറക്റ്റായിട്ടുണ്ട്. അത് ഒന്നും കേടായിട്ടില്ല, എല്ലാം കൃത്യമായിട്ട് മുളച്ചു. ഇപ്പോൾ ജൂൺ 13-ാം തീയതിയാണ് ഞാനിത് നട്ടത്. ഇപ്പോൾ ജൂലൈ ഇന്ന് 15-ആയി. 32 ദിവസം കറക്റ്റായിട്ട് ഞാൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് കടകളിൽ കൊടുത്താൽ നല്ല വില കിട്ടും. എപ്പോഴും തക്കാളി അടുക്കളയിൽ ആവശ്യമുള്ളതാണ്. നിങ്ങളിപ്പോൾ തന്നെ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി.